കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവത്തോടനുബന്ധിച്ച് KSUക്കാർ നടത്തിയ അക്രമം പരിക്കേറ്റ് ആശുപത്രിയിൽ കടന്ന SFIക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അക്രമം നടത്തിയത് SFIക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു KSU നേതാക്കളും KSU പ്രവർത്തകരും. എന്നാൽ പിന്നീട് ഒരു ആംബുലൻസിന്റെ ചിത്രം പുറത്തു വന്നു. ആംബുലൻസിൽ സന്തോഷത്തോടെ കൈവിരൽ പൊക്കി കാണിച്ച് നോം സേഫാണ് എന്ന് പറഞ്ഞ് ആംബുലൻസിൽ രക്ഷപ്പെടുന്ന KSU പ്രവർത്തകരെ നാം കണ്ടതാണ്. KSU നേതാവ് തന്നെയാണ് ഈ ചിത്രം പുറത്തുവിട്ടത്, വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആക്കി പുറത്തുവിട്ടത്. അതോടുകൂടി കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. KSU പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിരുന്നില്ല. SFI പ്രവർത്തകരെ ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. മാധ്യമങ്ങളെല്ലാവരും സംഘർഷം എന്ന് പറഞ്ഞ് KSU നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നത് വാർത്തകളിലൂടെ നാം മനസ്സിലാക്കിയതുമാണ്. ഇപ്പോഴത്തെ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. രക്ഷപ്പെടുന്ന KSU പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. SFI പ്രവർത്തകരെ മർദ്ദിച്ച് ആംബുലൻസിൽ കയറി രക്ഷപ്പെടുന്ന KSU പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ. KSU പ്രവർത്തകരെ യാത്രയാക്കുന്നത്, കൈപിടിച്ച് കുലുക്കി യാത്രയാക്കുന്നത്, ആംബുലൻസിൽ കയറ്റിവിടുന്നത് പോലീസുകാരാണ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. പോലീസുകാരാണോ KSU പ്രവർത്തകരെ അവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് മലയാളം 24x7 ന്യൂസ് ചാനലാണ്. അവരാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളം 24x7 പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അതിക്രൂരമായ മർദ്ദനമാണ് SFI പ്രവർത്തകർക്കെതിരെ ഉണ്ടായത്. അതിപ്പോഴും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകൾ ചോദ്യം ചെയ്യുകയും അത് മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത SFI പ്രവർത്തകർ, സ്റ്റേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച SFI പ്രവർത്തകർ, ഈ ദൃശ്യങ്ങളൊക്കെ നാം കണ്ടതാണ്. അതിനുശേഷം ഈ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ വളഞ്ഞിട്ട് കമ്പി വെടിയെടുത്ത് ആക്രമിക്കുന്ന ദൃശ്യം. ഒരു SFI പ്രവർത്തകൻ, SFI നേതാവ് വീണ് കിടക്കുന്നു. ആ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, 5ഉം 6ഉം പേരും വളഞ്ഞിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളും നാം കണ്ടതാണ്. അത്രയും ക്രൂരമായ സംഭവമാണ് അരങ്ങേറിയത്. അങ്ങനെ ഒരു ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട KSU നേതാക്കളെ രക്ഷപ്പെടാൻ, ആംബുലൻസ് കയറി രക്ഷപ്പെടാൻ അനുവദിച്ചത് പോലീസാണോ? ഈ സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പോലീസാണെങ്കിൽ അവർക്കെതിരെ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു സംശയവും വേണ്ട, നടപടി എടുത്തേ തീരൂ. മാധ്യമങ്ങൾ ഇത് മുക്കാനും ഒതുക്കാനും ഒക്കെ ശ്രമങ്ങൾ നടത്തിയത് നാം കണ്ടതാണ്. KSUവിന്റെ മുതിർന്ന നേതാവ്, തൃശൂർ ജില്ലാ അധ്യക്ഷൻ തന്നെയാണ് അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. ഇരുമ്പ് വടിയുമായി SFIയുടെ കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറിയെ മർദ്ദിക്കുന്ന ദൃശ്യം നാം കണ്ടതാണ്. അങ്ങനെയുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ, ഒരു കൂട്ടം KSU പ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ പോലീസ് കൂട്ടുനിന്നോ? വലിയ ചോദ്യമാണത്. അങ്ങനെയാണെങ്കിൽ സംഭവം കൂടുതൽ ഗൗരവതരമാകുന്നു. പോലീസ് അക്രമകാരികൾക്ക് കൂട്ടുനിൽക്കുന്നു, അതും തൃശ്ശൂരിൽ എന്ന് വച്ചാൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനെതിരെ അന്വേഷണം വേണ്ടതുണ്ട്. അന്വേഷണം നടത്തി പോലീസുകാർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഈ ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് മലയാളം 24x7 പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ വരും ദിവസങ്ങളിലും കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും. പോലീസുകാർ ആരോടൊപ്പം നിൽക്കുന്നു, അക്രമികളോടൊപ്പം നിൽക്കുന്നു എന്ന ചർച്ച നേരത്തെയുണ്ട്. അത് കൂടുതൽ സാധൂകരിക്കുകയാണോ പോലീസുകാരുടെ ഈ നീക്കം? അതല്ല മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ പിറകിൽ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അത് വ്യക്തമാക്കേണ്ടത് പോലീസാണ്. വരും ദിവസങ്ങളിൽ പോലീസ്, ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം അന്വേഷിക്കും. അന്വേഷിച്ച് എന്താണ് വസ്തുത എന്ന് പുറത്തു കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.